ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് നല്ലൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. ഇത് നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ്. പിന്നെ അത് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് സ്റ്റൗ ടോപ്പിൽ ഒരു സോസ് പാനോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഏതെങ്കിലും ഒരു പാത്രം വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് 250 ml ഒരു കപ്പ് നിറയെ പശുവിൻ പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതേ കപ്പിന് അര കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പാലിൽ നമുക്ക് ആദ്യം അരിപ്പൊടി ഒന്ന് വാട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് പാൽ തിളപ്പിച്ചെടുക്കുന്നത്. ഈ ഒരു പാലിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് നമുക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ ഈ ഏലക്ക സ്വന്തമായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എങ്കിൽ 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയാകും. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ സ്നാക്കിന് നല്ലൊരു കളറിനായിട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് നല്ല മധുരം വേണം എന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് തന്നെ ചേർത്ത് കൊടുക്കട്ടോ. ഇതൊരു മീഡിയം സൈസിലുള്ള മധുരമായിരിക്കും. ഇനി പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആകുന്നവരെ തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 250 ml ഒരു കപ്പിന് 1 കപ്പ് നിറയെ അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ 250 ml ഒരു കപ്പ് നിറയെ പാലും പിന്നെ ഒരു അര കപ്പ് വെള്ളവുമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ പൊടിക്കും വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇത് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെള്ളം ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ തിളച്ച് വെള്ളം പാകത്തിന് ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ അരിപ്പൊടി ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൊടി എല്ലാ ഭാഗത്തും മിക്സ് ആയി കിട്ടില്ല, പാല് പെട്ടെന്ന് വറ്റിപ്പോവുകയും ചെയ്യും. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്താൽ മതി. എന്നാൽ കറക്റ്റിനായി കിട്ടും കേട്ടോ. ഇപ്പോൾ ഞാൻ നന്നായിട്ട് കറക്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിതിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാലും പൊടി വാട്ടിയെടുത്ത സമയത്ത് നല്ല കളറിലായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാൽ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് അത്ര തന്നെ കളറിലായി കിട്ടൂല കേട്ടോ. എന്നാൽ നമ്മൾ കൂടുതൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ പൊടി വാട്ടിയെടുത്ത സമയത്ത് ഈ ഒരു രീതിയിലായി കിട്ടും ചെയ്യും കേട്ടോ. ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു നെയ്യ് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം ഈ ഒരു സ്നാക്കിലേക്ക്. കാരണം ഇതിന് നല്ലൊരു ഫ്ലേവർ നല്ലൊരു ടേസ്റ്റും ഈ നെയ്യ് കാരണമായിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ കൈ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും കുറേശ്ശെ മാവ് എടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ നടുവിലായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിലായി കിട്ടും. ഇനി നമുക്ക് ഇതുപോലെ മാവ് ഫുള്ളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു മാവ് വെച്ചിട്ട് നമുക്ക് ഏത് ഷേപ്പിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പിലും ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ ഞാൻ മാവ് ഫുള്ളായിട്ടും ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇഡ്ഡലിച്ചെമ്പിൽ വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് സ്റ്റീം ചെയ്യാനുള്ള തട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്നാക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്കിതിലേക്ക് അല്പം തേങ്ങ ചിരവിയെടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തേങ്ങ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഞാൻ കുറച്ച് കിസ്മസ് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കിസ്മസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിന് പകരമായിട്ട് നമ്മൾ ഉണ്ടാക്കിയ സ്നാക്ക് ഉണ്ടല്ലോ അതിൻ്റെ നടുവിലായിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്താൽ അവിടെ തന്നെ നിന്നോളൂ കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വെച്ച് കൊടുത്താൽ നമ്മുടെ സ്നാക്കിന് കാണാൻ പ്രത്യേകിച്ചൊരു ഭംഗി കൂടുതലായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ സ്നാക്ക് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം.
ഇപ്പോൾ അത് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ സ്റ്റീമറിൽ നിന്ന് എടുക്കുന്ന സമയത്ത് നല്ല ചൂടോട് കൂടി ആകുന്ന സമയത്ത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. ഒരു 2 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. അതിനുശേഷം നമുക്ക് ഈ തേങ്ങയും കിസ്മസും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. പിന്നെ ഇതിലെ കൂടുതലായിട്ട് ഇൻഗ്രീഡിയൻസുകളൊന്നും ചേർത്തിട്ടില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസുകൾ മാത്രം ചേർത്തിട്ടുള്ളൂ. എല്ലാവർക്കും ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പിന്നെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും വേണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്